നമസ്കാരം, എല്ലാവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് SCRT ക്ലാസ്സസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കെമിസ്ട്രിയാണ് നമ്മൾ എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രോട്ടോൺ 1886 ഓയിഗെൻ ഗോൾഡ്സ്റ്റൈൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത്. ഏത് വർഷമാണ്? 1886 ഓയിഗെൻ ഗോൾഡ്സ്റ്റൈൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത്. ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ ആനോഡിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ആനോഡ് രശ്മികൾ എന്ന് അറിയപ്പെട്ടു. കനാൽ രശ്മികൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്നാണ്. പോസിറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ പറയുന്ന പേരാണ് ആനോഡ്. ആനോഡിൽ നിന്ന് പുറപ്പെടുന്നതുകൊണ്ട് ഈ രശ്മികളെ ആനോഡ് രശ്മികൾ എന്ന് പറഞ്ഞു. ഗോൾഡ്സ്റ്റൈൻ ഈ രശ്മികളുടെ സവിശേഷതകൾ പഠിച്ച് അവയിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഗോൾഡ്സ്റ്റൈൻ എന്ത് ചെയ്തു? ഈ രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. അങ്ങനെ ആ രശ്മികളിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവമനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബിൽ നിറയ്ക്കുന്ന വാതകത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഈ കനാൽ രശ്മികളിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഹൈഡ്രജൻ വാതകം നിറച്ചിട്ട് പരീക്ഷണം നടത്തിയ സമയത്ത് എന്ത് സംഭവിച്ചു? ആ സമയത്തുണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതാണ്, അതുപോലെ ഭാരം കുറഞ്ഞതുമാണ് എന്ന് കണ്ടെത്തി. ഇത് ഒരു സബ് ആറ്റോമിക കണമാണെന്ന് കണ്ടെത്തിയതും പ്രോട്ടോൺ എന്ന് പേര് നൽകിയതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഈ കണങ്ങൾ ഒരു സബ് ആറ്റോമിക കണമാണെന്ന് കണ്ടെത്തി. എന്നിട്ട് അതിനെന്ത് വിളിച്ചു? പ്രോട്ടോൺ എന്ന് പേര് വിളിച്ചു. ആരാണ് പേര് വിളിച്ചത്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇതൊരു സബ് ആറ്റോമിക കണമാണെന്ന് കണ്ടെത്തിയതും പ്രോട്ടോൺ എന്ന പേര് നൽകിയതും. അപ്പോൾ പ്രോട്ടോണിന് വേണ്ടിയിട്ട് ഓയിഗെൻ ഗോൾഡ്സ്റ്റൈൻ ആണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയത്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയ സമയത്ത് കനാൽ രശ്മികൾ കണ്ടെത്തി. ഇത് ആനോഡിൽ നിന്നാണ് പുറപ്പെടുന്നത്, അതുകൊണ്ട് അതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഈ രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ച് പഠിച്ചതാരാണ്? ഗോൾഡ്സ്റ്റൈൻ ആണ് പഠിച്ചത്. ഇനി നമ്മൾ ഡിഫറെൻ്റ് വാതകങ്ങൾ ആ ഒരു ട്യൂബിൽ നിറയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ രശ്മികളിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. ഹൈഡ്രജൻ വാതകം നിറയ്ക്കുന്ന സമയത്ത് ഉണ്ടായ കനാൽ രശ്മികളിൽ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണെന്ന് കണ്ടെത്തി. ഇത് ഒരു സബ് ആറ്റോമിക കണമാണെന്നും പ്രോട്ടോൺ എന്ന് പേര് നൽകിയതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓയിഗെൻ ഗോൾഡ്സ്റ്റൈൻ അല്ല, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ എന്ന് പേര് നൽകിയതും ഇത് ഒരു സബ് ആറ്റോമിക കണമാണെന്ന് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അടുത്തത് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. പ്ലം പുഡിംഗ് മാതൃക ആരുടേതാണ്? ജെ തോംസൺ. പ്ലം പുഡിംഗ് മാതൃക ജെ തോംസൺ. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ജെ തോംസൺ ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്. എന്താണ് പ്ലം പുഡിംഗ് മാതൃക? ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നു ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക. ഇങ്ങനെ ഒരു ഗോളം കാണാം. ഈ ഗോളം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള ഗോളമാണ്. ഈ പോസിറ്റീവ് ചാർജുള്ള ഗോളത്തിൽ കണ്ടില്ലേ, നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നു. നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്, ന്യൂട്രലാണ്. എന്നാൽ പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല. അതിനാൽ ഈ മാതൃക പിന്തള്ളപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആരാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജെ തോംസൺ ആണ്. ജെ തോംസന്റെ പ്ലം പുഡിംഗ് മാതൃക പ്രകാരം ഒരു പോസിറ്റീവ് ആയ ഒരു ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുകൾ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജ് ഈക്വൽ ടു ആകെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കും. പക്ഷെ പല തരത്തിലുള്ള പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ ഈ ഒരു മാതൃകയ്ക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മാതൃക പിന്തള്ളപ്പെടുകയാണ് ചെയ്തത്. റേഡിയോ ആക്റ്റീവത, റേഡിയോ ആക്ടിവിറ്റി.
യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ റേഡിയേഷൻസ് പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത. റേഡിയോ ആക്റ്റീവത കാണിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില റേഡിയേഷൻസ് പുറത്തുവിടുന്നു, സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്നു. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവത അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. 1896 ഹെൻറി ബെക്വറേലാണ് ഇത് കണ്ടെത്തിയത്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്വറൽ. ഹെൻറി ബെക്വറലാണ് റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് 1896. പ്രധാനമായും 3 തരം കിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി പുറത്തു വരുന്നത്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഇല്ലാത്ത ഗാമ കിരണങ്ങൾ. റേഡിയോ ആക്റ്റീവതയുടെ ഫലമായിട്ട് 3 തരം കിരണങ്ങളാണ് പുറത്തു വരുന്നത്: ആൽഫ കിരണങ്ങൾ, ബീറ്റ കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ. ഇതിൽ ആൽഫ കിരണങ്ങളുടെ ചാർജ് പോസിറ്റീവാണ്, ബീറ്റ കിരണങ്ങളുടെ ചാർജ് നെഗറ്റീവാണ്, അതുപോലെ ഗാമ കിരണങ്ങൾക്ക് ചാർജ് ഇല്ല. അപ്പോൾ റേഡിയോ ആക്റ്റീവത എന്ന് പറഞ്ഞാൽ എന്താണ്? ചില മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത. റേഡിയോ ആക്റ്റീവത കാണിക്കുന്ന മൂലകങ്ങളാണ് യുറേനിയം, തോറിയം. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയതാരാണ്? ഹെൻറി ബെക്വറലാണ് കണ്ടെത്തിയത്. 1896 കണ്ടെത്തിയത്. പ്രധാനമായും 3 തരം കിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി പുറത്തു വരുന്നത്: പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണം, അതുപോലെ ചാർജും മാസും ഇല്ലാത്ത ഗാമ കിരണം. റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം. 1911 ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ ഹാൻസ് ഗീഗർ, ഏണസ്റ്റ് മാറ്റ്സൺ എന്നിവർ വളരെ നേർത്ത സ്വർണ്ണത്തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ ഗോൾഡ് ഫോയിൽ പരീക്ഷണം ആരുടേതാണ്? ഏണസ്റ്റ് റൂദർഫോർഡാണ് നേതൃത്വം നൽകിയത്. ഏണസ്റ്റ് റൂദർഫോർഡിന്റെ നേതൃത്വത്തിൽ ഹാൻസ് ഗീഗറും ഏണസ്റ്റ് മാറ്റ്സണുമാണ് ഈ ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയത്. എന്താണ് ഈ പരീക്ഷണം? വളരെ നേർത്ത സ്വർണ്ണത്തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ചാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. ഇവിടെ കാണാം, നമുക്ക് നേർത്ത സ്വർണ്ണത്തകിടിൽ ഇങ്ങനെ ആൽഫ കിരണങ്ങൾ പതിപ്പിക്കുന്നു. ഈ പരീക്ഷണങ്ങൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സഹായിച്ചു. റേഡിയോ ആക്റ്റീവതയുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ ഒരു നേർത്ത സ്വർണ്ണത്തകിടിൽ കൂടി കടത്തിവിട്ട് അവയുടെ പാതയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റൂദർഫോർഡ് ശ്രമിച്ചു. അപ്പോൾ ഇവിടെ ഒരു റേഡിയോ ആക്റ്റീവായിട്ടുള്ള എലമെന്റ് വെക്കുന്നു, അതിൽ നിന്ന് ആൽഫ കിരണങ്ങൾ പുറത്തു വരും. ആൽഫ കിരണങ്ങൾ ഈ നേർത്ത സ്വർണ്ണത്തകിടിൽ കൂടെ കടത്തിവിട്ടിട്ട് ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് പഠിക്കാനാണ് റൂദർഫോർഡ് ശ്രമിച്ചത്. സ്വർണ്ണത്തകിടിൽ നിന്ന് പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. അതായത് ഇവിടെ വൃത്താകൃതിയിൽ നമുക്കൊരു ഫോട്ടോഗ്രാഫിക് ഫിലിം അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണത്തകിടിൽ നിന്ന് പുറത്തു വരുന്ന ആൽഫ കിരണങ്ങൾ ഇതിൽ പതിക്കത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പരീക്ഷണത്തിൽ അദ്ദേഹം താഴെ പറയുന്ന നിരീക്ഷണങ്ങൾ നടത്തി. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി. ഭൂരിഭാഗം ആൽഫ കണങ്ങളും എങ്ങനെ കടന്നുപോയി? യാതൊരു വ്യതിയാനവും ഇല്ലാതെ സ്വർണ്ണത്തകിടിലൂടെ കടന്നുപോയി. ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചലിച്ചു. ചില ആൽഫ കണങ്ങൾ ചെറിയ കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ, അതായത് ഏകദേശം 20,000-ൽ 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു. 20,000-ൽ 1 ആൽഫ കണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ വ്യത്യാസമൊന്നുമില്ലാതെ കടന്നുപോയി. ചില ആൽഫ കണങ്ങൾ എന്ത് ചെയ്തു? നേരിയ കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഈ പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹം ചില അനുമാനങ്ങളിൽ എത്തിച്ചേർന്നു. എന്തൊക്കെയാണ് അനുമാനങ്ങൾ? ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയത്. അപ്പോൾ ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ്, അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ആൽഫ കണങ്ങൾ വ്യതിയാനം ഒന്നും കൂടാതെ കടന്നുപോയത്. അടുത്തത്, പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തു കൂടി കടന്നുപോയപ്പോൾ വികർഷിക്കപ്പെട്ടതിനാലാണ് അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. അതായത് ആൽഫ കണങ്ങൾക്ക് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ ആൽഫ കണങ്ങൾ ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തു കൂടി പോയതുകൊണ്ടാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജും വികർഷിക്കും. അങ്ങനെ വികർഷിക്കപ്പെട്ടതുകൊണ്ടാണ് അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. അടുത്തത്, ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ്. ഈ കേന്ദ്രഭാഗം ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ ചെറുതാണ്. ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ തിരികെ വന്നത്. ഈ കേന്ദ്രത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു.
അപ്പോൾ ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിലാണ്, അതിൻ്റെ മധ്യഭാഗത്താണ്. ഇത് ചെറിയ ഒരു വ്യാപ്തത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ കേന്ദ്രഭാഗം എന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതാണ്. അപ്പോൾ ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങൾ എന്ത് ചെയ്തു? 180 ഡിഗ്രി കോണളവിൽ തിരികെ വ്യതിചലിച്ച് തിരികെ വന്നു. അങ്ങനെയുള്ള ഈ കേന്ദ്രഭാഗത്തെ അദ്ദേഹം എന്താണ് വിളിച്ചത്? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയെ താഴെ പറയുന്ന രീതിയിൽ ചുരുക്കി എഴുതാം. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയ കൺക്ലൂഷൻസ്. അത് വെച്ചിട്ട് നമുക്കിതിനെ ചുരുക്കി എങ്ങനെ പറയാം? ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിൻ്റെ വലിപ്പമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജ് എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ന്യൂക്ലിയസിലാണ്. അതുപോലെ ആറ്റത്തിൻ്റെ മാസ് ഏകദേശവും പൂർണ്ണമായിട്ടും എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഇനി ഇലക്ട്രോണുകൾ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ, ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിൽ ഓർബിറ്റ് ഉണ്ട്, അതിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. ഇതാണ് റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഈ മാതൃക സൗരയൂഥ മാതൃക എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങുന്നു, അതുപോലെ ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ നിശ്ചിത പാതയിലൂടെ കറങ്ങുന്നു, വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് മാതൃകയാണ് സൗരയൂഥ മാതൃക എന്ന് അറിയപ്പെടുന്നത്. സൗരയൂഥ മാതൃകയുടെ ഉപജ്ഞാതാവാരാണ്? റൂദർഫോർഡാണ്. റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃക. ഇനി റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ എന്തൊക്കെയാണ്? വൈദ്യുതകാന്തിക സിദ്ധാന്തപ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായി ഊർജ്ജം പുറത്തുവിടേണ്ടതാണ്. അതിനാൽ റൂദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായി ഊർജ്ജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ റൂദർഫോർഡിന് സാധിച്ചില്ല. വൈദ്യുതകാന്തിക സിദ്ധാന്തപ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായി ഊർജ്ജം പുറത്തുവിടേണ്ടതാണ്. അതുകൊണ്ട് ഈ കറങ്ങുന്നു എന്ന് പറഞ്ഞ ഇലക്ട്രോണുകൾ തുടർച്ചയായിട്ട് ഊർജ്ജം പുറത്തുവിടണം. അങ്ങനെ ഊർജ്ജം പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഊർജ്ജനഷ്ടം സംഭവിച്ചിട്ട് ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലേക്ക് തിരിച്ചു വന്ന് പതിക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് കഴിഞ്ഞില്ല. ഇതാണ് റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതി. ന്യൂട്രോൺ. ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക്ക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ആണെന്നും കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് ന്യൂട്രോൺ എന്ന പേര് നൽകി. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. 1932 ചില നിർവീര്യ കണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഇല്ലാത്ത കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണെന്നും കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഈ കണത്തിന് എന്താണ് പേര് നൽകിയത്? ന്യൂട്രോൺ എന്ന് പേര് നൽകി. അടുത്തത് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിനായി 1913 ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക കൊണ്ടുവന്ന ആരാണ്? ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ. ഇതാണ് ബോർ ആറ്റം മാതൃക എന്നറിയപ്പെടുന്നത്. ഇനി ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ ആണ്. ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനു ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് എവിടെ ആണ്? നിശ്ചിത ഓർബിറ്റുകളിലാണ് ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജം ഉണ്ട്. അല്ലെങ്കിൽ എനർജി ഉണ്ട്. അതിനാൽ ഓർബിറ്റുകളെ എന്ത് വിളിക്കുന്നു? ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയുന്നു. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയുന്നു. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഓരോ ഇലക്ട്രോണിനും ഒരു നിശ്ചിത ഊർജ്ജം ഉണ്ട്. അതുകൊണ്ട് ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. ഒരു ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകളെ സ്ഥിരോർജ്ജ നിലകൾ എന്നും
അറിയപ്പെടുന്നു. ഓർബിറ്റുകളെ സ്ഥിരോർജ്ജ നിലകളെന്നും അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ഒരു ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ആ ഇലക്ട്രോണിന് ഊർജ്ജം കൂടുന്നുമില്ല, കുറയുന്നുമില്ല. അതുകൊണ്ട് ഓർബിറ്റുകളെ സ്ഥിരോർജ്ജ നിലകളെന്നും അറിയപ്പെടുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജം കൂടുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓർബിറ്റുകളുടെ ഊർജ്ജം കൂടുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക്, ന്യൂക്ലിയസിന് ഒരുപാട് അകലെയുള്ള ഓർബിറ്റുകൾക്ക് ഊർജ്ജം കൂടുതലായിരിക്കും, ന്യൂക്ലിയസിനോട് അടുത്ത ഓർബിറ്റുകൾക്ക് ഊർജ്ജം കുറവായിരിക്കും. ഇങ്ങനെ ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്ന് ഊർജ്ജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്നു. ഇനി ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്ന് കൂടിയ ഓർബിറ്റിലേക്കാണ് സഞ്ചരിക്കേണ്ടതെങ്കിൽ, ഇലക്ട്രോൺ മാറുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? ഊർജ്ജം ആഗിരണം ചെയ്യുന്നു. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. ഓർബിറ്റുകളെ 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ കൊണ്ട് സൂചിപ്പിക്കാം. ഇതാണ് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക. തുടർന്ന് വന്ന ചില പഠനങ്ങളിൽ ഊർജ്ജനിലകളെ ഷെല്ലുകൾ എന്നും വിളിച്ചു. 1, 2, 3, 4 ഊർജ്ജനിലകളെ യഥാക്രമം K, L, M, N എന്നിങ്ങനെ ഷെല്ലുകളായിട്ട് പരിഗണിക്കാം. കണ്ടോ, ഇവിടെ ഒരു ചിത്രം ഊർജ്ജനിലകളുടെ ക്രമീകരണം കൊടുത്തിരിക്കുന്നു. K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്, N ഷെല്ല്, O ഷെൽ എന്നിങ്ങനെ നമുക്ക് പേരുകൾ കൊടുക്കാം. സബാറ്റോമിക കണങ്ങളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ ചില സവിശേഷതകൾ ഈ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോട്ടോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിലാണ് അല്ലേ? പ്രോട്ടോൺ ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ഇനി ഇലക്ട്രോൺ എവിടെയാണ് കാണുന്നത്? ഓർബിറ്റിലാണ് കാണപ്പെടുന്നത് അല്ലേ? ഇനി ന്യൂട്രോണും ന്യൂക്ലിയസിനകത്താണ് കാണപ്പെടുന്നത്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇനി മാസ് കൊടുത്തിട്ടുണ്ട്. പ്രോട്ടോണിൻ്റെ മാസ് 1.002727 U. ഈ U എന്താണ്? യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഇനി ഇലക്ട്രോണിൻ്റെ മാസ് 0.000548 U. അതുപോലെ ന്യൂട്രോണിൻ്റെ മാസ് 1.008666 U. പ്രായോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്കിത് എങ്ങനെ യൂസ് ചെയ്യാം? പ്രോട്ടോണിന് 1 U, ഇലക്ട്രോണിന് 0, ന്യൂട്രോണിന് 1 U. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗം ആണ്. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗം ആണ്. ഇനി താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇവയിൽ J.J. തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. J.J. തോംസൺ ആണോ? അല്ല, നീൽസ് ബോർ ആണ് അല്ലേ? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ചാഡ്വിക് ആണ്. ഇലക്ട്രോണിനെ കണ്ടെത്തി, ശരിയാണ്. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, ശരിയാണ്. അടുത്തത് ആറ്റോമിക നമ്പറും മാസ് നമ്പറും. ഒരാറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണിൻ്റെ എണ്ണം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഒരാറ്റം ഏത് മൂലകത്തിൻ്റെതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം ആണ്. ഒരാറ്റം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് മൂലകത്തിൻ്റെ ആറ്റമാണ് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അതിലെ പ്രോട്ടോണുകളുടെ എണ്ണം. ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നു. അറ്റോമിക നമ്പർ, ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക നമ്പർ ഇത് Z എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. അറ്റോമിക നമ്പർ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. അതുകൊണ്ട് അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രോട്ടോണുകളുടെ എണ്ണമാണ് അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? ന്യൂക്ലിയസിലെ കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ എന്താണ് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നു. ഇതിനെ A എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ആറ്റോമിക നമ്പർ Z എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. മാസ് നമ്പർ A എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളുമുള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയായിരിക്കും? 2 പ്രോട്ടോൺ പ്ലസ് 2 ന്യൂട്രോൺ 4 ആയിരിക്കും മാസ് നമ്പർ. മാസ് നമ്പർ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം?
അറ്റോമിക നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ്. അതുകൊണ്ട് അറ്റോമിക നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ഇത് എ മൈനസ് സെഡ് എന്ന് എഴുതാം. ന്യൂട്രോണുകളുടെ എണ്ണം എ മൈനസ് സെഡ്, മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. മാസ് നമ്പർ മൈനസ് അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം. ഇനി മൗലിക കണങ്ങൾ. ഒരു ആറ്റത്തെ വിഭജിക്കാമെന്നും അതിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ കണങ്ങൾ ഉണ്ടാകുമെന്നും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയെ വീണ്ടും വിഭജിക്കാൻ പറ്റുമോ? ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തതിനാൽ അത് ഒരു മൗലിക കണമാണ്. ഇലക്ട്രോണുകളെ നമുക്ക് വീണ്ടും വിഭജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇലക്ട്രോണുകളെ മൗലിക കണമെന്ന് പറയുന്നു. വീണ്ടും വിഭജിക്കാൻ കഴിയാത്തത്. ഇലക്ട്രോണുകൾ എന്താണ്? മൗലിക കണമാണ്. എന്നാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകുന്നത് 3 വീതം ക്വാർക്കുകൾ കൂടി ചേർന്നാണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകുന്നത് എത്ര ക്വാർക്കുകൾ കൂടി ചേർന്നാണ്? 3 വീതം ക്വാർക്കുകൾ കൂടി ചേർന്നാണ്. അതിനാൽ അവയെ മൗലിക കണങ്ങളായി പരിഗണിക്കുന്നില്ല. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും മൗലിക കണങ്ങളായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം എന്താണ്? അവ ഉണ്ടാകുന്നത് 3 വീതം ക്വാർക്കുകൾ കൂടി ചേർന്നാണ്. പക്ഷേ ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇലക്ട്രോണുകളെ മൗലിക കണമായിട്ട് പരിഗണിക്കുന്നു. ഒരാറ്റത്തെ പ്രതീകം ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുമ്പോൾ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പറും അറ്റോമിക നമ്പറും എഴുതുന്നു. ഈ താഴെ എഴുതുന്നതാണ് അറ്റോമിക നമ്പർ, മുകളിൽ എഴുതുന്നത് മാസ് നമ്പർ. ഇവിടെ നോക്കിക്കുക. ക്ലോറിൻ, കാൽസ്യം എന്നീ ആറ്റങ്ങളിലെ പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ, ന്യൂട്രോണുകൾ എന്നിവയുടെ എണ്ണം കണ്ടെത്തുക. ക്ലോറിൻ്റെ അറ്റോമിക നമ്പർ 17 ആണ്, മാസ് നമ്പർ 35 ആണ്. പ്രോട്ടോൺ എത്രയാണ്? അറ്റോമിക നമ്പർ തന്നെയാണ് പ്രോട്ടോൺ, 17. ഇലക്ട്രോൺ എത്രയാണ്? പ്രോട്ടോണും ഇലക്ട്രോണും സെയിം ആണ്, അതുകൊണ്ട് 17. ന്യൂട്രോൺ എത്രയാണ്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറയ്ക്കുക. 35 മൈനസ് 17, 18. ഇനി അടുത്തത് കാൽസ്യം. അറ്റോമിക നമ്പർ 20, മാസ് നമ്പർ 40. പ്രോട്ടോണിൻ്റെ എണ്ണം 20, ഇലക്ട്രോണിൻ്റെ എണ്ണം 20, ന്യൂട്രോണിൻ്റെ എണ്ണം മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. 40 മൈനസ് 20, 20. ആ രീതിയിൽ നമുക്ക് ഈ ഒരു പട്ടിക പൂർത്തിയാക്കാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ഓർബിറ്റിലാണ് കാണപ്പെടുന്നത് അല്ലേ? ഓർബിറ്റിലാണ് കാണപ്പെടുന്നത്. 1, 2, 3, 4 എന്നീ ഊർജ്ജനിലകൾക്ക് യഥാക്രമം ഏതെല്ലാം പ്രതീകങ്ങളാണ് നൽകിയിരിക്കുന്നത്? K, L, M, N. ഒരാറ്റത്തിലെ ഇലക്ട്രോണുകൾ വിവിധ ഓർബിറ്റുകളിൽ ക്രമീകരിക്കപ്പെടുന്നത് ചില നിയമങ്ങൾ അനുസരിച്ചാണ്. ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകൾ ക്രമീകരിക്കപ്പെടുന്നതിന് കുറച്ച് നിയമങ്ങളുണ്ട്. ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. 2n². n എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പറാണ്. ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2n². ഇതിൽ n എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പറാണ്. ഓർബിറ്റിൻ്റെ നമ്പർ 1 ആണെങ്കിൽ പേര് K. ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2 × 1². എത്രയാണ്? 1² 1 ആണ്. 1 × 2 2 ആണ്. 2. അടുത്തത് ഓർബിറ്റ് നമ്പർ 2 വരുമ്പോൾ 2 × 2² വരും. 2² 4, 4 × 8. ഓർബിറ്റ് നമ്പർ 3 വരുമ്പോൾ 2 × 3². 3² 9, 9 2 18. ഓർബിറ്റ് നമ്പർ 4 വരുമ്പോൾ 2 × 4². 4² 16, 16 × 2 32. പൊതുവെ താഴ്ന്ന ഊർജ്ജനിലയിലുള്ള ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത നിലയിലുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏത് ഓർബിറ്റിലാണ്? താഴ്ന്ന ഊർജ്ജനിലയിലുള്ള ഓർബിറ്റിലാണ്. ഊർജ്ജനില കുറഞ്ഞ ഓർബിറ്റിലാണ് ആദ്യം ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഊർജ്ജം കൂടിയ ഓർബിറ്റുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. അടുത്തത് ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആയിരിക്കും. ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് രേഖപ്പെടുത്തുന്നതാണ് ഇലക്ട്രോൺ വിന്യാസം. എന്താണ് ഇലക്ട്രോൺ വിന്യാസം? ഒരാറ്റത്തിൻ്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് രേഖപ്പെടുത്തുന്നതാണ് ഇലക്ട്രോൺ വിന്യാസം. ഇവിടെ നോക്കിക്കേ. ഹൈഡ്രജൻ അറ്റോമിക നമ്പർ 1 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 തന്നെയാണ്. ഇലക്ട്രോൺ വിന്യാസം K ഷെല്ലിൽ 1. ഹീലിയം 2. ഇലക്ട്രോണുകളുടെ എണ്ണം 2. അപ്പോൾ K ഷെല്ലിൽ 2. ലിഥിയം 3 അറ്റോമിക നമ്പർ. ഇലക്ട്രോണുകളുടെ എണ്ണം 3. അപ്പോൾ K ഷെല്ലിൽ 2, Lൽ 1, 3. ഇനി ബെറിലിയം അറ്റോമിക നമ്പർ 4. ഇലക്ട്രോണുകളുടെ എണ്ണം 4, 2, 2.
ബോറോൺ 5, ഇലക്ട്രോണുകളുടെ എണ്ണം 5, 2, 3. ആ രീതിയിൽ ഇത് ഫില്ല് ചെയ്ത് പോവാം. കാർബൺ 6 വരും, 2, 4. നൈട്രജൻ 7, 2, 5. ഓക്സിജൻ 8, 2, 6. ഫ്ലൂറിൻ 9, 2, 7. നിയോൺ 10, 2, 8. 11. സോഡിയം 11, 2, 8, 1. ഇവിടെ മഗ്നീഷ്യം 12, 2, 8, 2. അലുമിനിയം 13, 2, 8, 3. സിലിക്കൺ 14, 2, 8, 4. ഫോസ്ഫറസ് 15, 2, 8, 5. സൾഫർ 16, 2, 8, 6. ക്ലോറിൻ 17, 2, 8, 7. ആർഗൺ 18, 2, 8, 8. ഈ രീതിയിലാണ് ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. ഇനി ഇതേ ഇലക്ട്രോൺ വിന്യാസം തന്നെ ഇവിടെ ഇമേജ് പിക്ചറിൻ്റെ സഹായത്തോടെ കാണിച്ചിരിക്കുന്നു. ഹൈഡ്രജനിൽ കണ്ടോ ഒരു ഇലക്ട്രോൺ, അതുപോലെ ബോറോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഐസോടോപ്പുകൾ. ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് അതിലെ ഏത് സബാറ്റോമിക കണങ്ങളുടെ എണ്ണമാണ്? പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം എന്ന് പറയുന്നത് 1H1, ഡ്യൂട്ടീരിയം ആണെങ്കിൽ അത് 1H2, ട്രിഷ്യം ആണെങ്കിൽ 1H3. ഇനി ആറ്റത്തിൻ്റെ പേര് പ്രോട്ടിയം. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? 1. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ഇത് ന്യൂട്രോൺ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ വരുമ്പോൾ 0. ഇലക്ട്രോണിൻ്റെ എണ്ണം 1 തന്നെ. ആറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പറും 1 ആണ്. ഡ്യൂട്ടീരിയം ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? ഡ്യൂട്ടീരിയം 1 തന്നെ. ന്യൂട്രോണിൻ്റെ എണ്ണം 2 - 1, 1. ഇലക്ട്രോണിൻ്റെ എണ്ണം 1, ആറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 2. ട്രിഷ്യം ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം 1, ന്യൂട്രോണിൻ്റെ എണ്ണം 3 - 1, 2. ഇലക്ട്രോണിൻ്റെ എണ്ണം 1 തന്നെ, ആറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 3. അപ്പോൾ ഈ പട്ടിക പരിശോധിച്ചാൽ നമുക്കറിയാം ഇവയുടെ ആറ്റോമിക നമ്പർ എല്ലാം സെയിം ആണ്, 1 ആണ് അല്ലേ? ഈ ആറ്റങ്ങളുടെ ആറ്റോമിക നമ്പർ എത്രയാണ്? 1. ആറ്റോമിക നമ്പർ 1 ഉള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. എങ്കിൽ ഇവ 3ഉം ഹൈഡ്രജൻ ആറ്റങ്ങളാണല്ലോ. അതെ, ഇത് ഹൈഡ്രജൻ ആറ്റങ്ങൾ തന്നെയാണ്. ഈ ആറ്റങ്ങൾ തമ്മിൽ ഏത് കണത്തിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം? നോക്കിക്കേ, ആറ്റോമിക നമ്പറും ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഒക്കെ സെയിം ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസം. ഈ ആറ്റങ്ങൾ തമ്മിൽ ഏത് കണത്തിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം? ന്യൂട്രോണിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസമുള്ളത്. ഇവയുടെ മാസ് നമ്പർ ഒരുപോലെയാണോ? മാസ് നമ്പർ ഒരുപോലെ അല്ല. ഇവയിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതാണ്? പ്രോട്ടിയം. ഈ ആറ്റങ്ങൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. എങ്കിൽ എന്താണ് ഐസോടോപ്പുകൾ? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള, ആറ്റോമിക നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ മാസ് നമ്പറുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ തന്നെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നു. എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. ഐസോടോപ്പുകളുടെ പ്രത്യേകത എന്താണ്? ഐസോടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നു, പക്ഷേ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. ഘനജലം, ഹെവി വാട്ടർ, ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ്. ഘനജലം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. അടുത്തത് കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. പറഞ്ഞത്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിൻ്റെ ഐസോടോപ്പ്. ഏറ്റവും സ്ഥിരതയുള്ള കാർബണിൻ്റെ ഐസോടോപ്പാണ് കാർബൺ 12. അതുപോലെ ലഭ്യത കൂടിയ കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ്? കാർബൺ 12 ആണ്. കാർബണിനും ഐസോടോപ്പുകളുണ്ടെന്ന് മനസ്സിലായല്ലോ. കാർബണിൻ്റെ ആകെ ഐസോടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ് കാർബൺ 13. കാർബണിൻ്റെ ആകെ ഐസോടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ് കാർബൺ 13.
ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നു. കാർബൺ 13 എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് കാർബൺ 13 ഉപയോഗിക്കുന്നത്. കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. കാർബൺ 14 എന്ത് തരം ഐസോട്ടോപ്പാണ്? റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 14. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾക്ക് മാത്രമേ പ്രത്യേകമായിട്ടുള്ള പേരുകൾ നൽകിയിട്ടുള്ളൂ. ഓക്കെ, ഇനി മറ്റു ചില ഐസോട്ടോപ്പുകളും അവയുടെ ഉപയോഗങ്ങളും കൊടുത്തിട്ടുണ്ട്. അയോഡിൻ 131. അയോഡിൻ 131 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും. അയോഡിൻ 131 തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും. യുറേനിയം 235. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനം. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക്. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സോഡിയം 24. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തൽ. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തൽ. അയേൺ 59. അയേൺ 59 എന്തിനാണ് ഉപയോഗിക്കുന്നത്? അനീമിയ നിർണ്ണയിക്കൽ. അനീമിയ നിർണ്ണയിക്കൽ. അയേൺ 59 അനീമിയ നിർണ്ണയിക്കൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിൾ. ഒന്നുകൂടി, അയോഡിൻ 131 തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനം. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സ. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തൽ. അയേൺ 59 അനീമിയ നിർണ്ണയിക്കൽ. അടുത്തത് ഐസോബാറുകൾ. ഐസോബാറുകൾ ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ആറ്റങ്ങളുടെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നത് നോക്കുക. ആർഗണിൻ്റെ അറ്റോമിക നമ്പർ 18, മാസ് നമ്പർ 40. പൊട്ടാസ്യം 19, 40. കാൽസ്യം 20, 40. ഇവിടെ എന്താണ് പ്രത്യേകത? എല്ലാത്തിൻ്റെയും മാസ് നമ്പർ സെയിം ആണ് അല്ലേ? 40 എന്നതാണ് ഇവിടെ മാസ് നമ്പർ. ആർഗൺ പ്രോട്ടോൺ 18, ഇലക്ട്രോൺ 18, ന്യൂട്രോൺ 40 - 18. 40 - 18 22. ആറ്റോമിക നമ്പർ 18, മാസ് നമ്പർ എത്രയാണ്? 40. പൊട്ടാസ്യം പ്രോട്ടോൺ എത്രയാണ്? 19, ഇലക്ട്രോൺ 19, ന്യൂട്രോൺ എത്രയാണ്? 40 - 19. 40 - 19 21. ആറ്റോമിക നമ്പർ 19, മാസ് നമ്പർ 40. കാൽസ്യം, കാൽഷ്യത്തിലെ പ്രോട്ടോൺ 20, ഇലക്ട്രോൺ 20, ന്യൂട്രോൺ എത്രയാണ്? 40 - 20, 20. ആറ്റോമിക നമ്പർ 20, മാസ് നമ്പർ 40. അപ്പോൾ ഈ 3 മൂലകങ്ങളുടെ മാസ് നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലായിടത്തും മാസ് നമ്പർ സെയിം ആണ്. മാസ് നമ്പർ സെയിം ആണ് അല്ലേ? ആറ്റോമിക നമ്പർ തുല്യമാണോ? അല്ല, ആറ്റോമിക നമ്പർ തുല്യമല്ല. ഇത്തരം ആറ്റങ്ങളെ ഐസോബാറുകൾ എന്ന് പറയുന്നു. ഐസോബാറുകൾ. അപ്പോഴെന്താണ് ഐസോബാറുകൾ? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും, ഇവിടെ നോക്കിക്കേ, മാസ് നമ്പർ എല്ലാത്തിൻ്റെയും സെയിം ആണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഐസോബാറുകൾ ഇവ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ തുല്യമായ വ്യത്യസ്ത മൂലക ആറ്റങ്ങളായിരിക്കും. ഇത് വ്യത്യസ്ത മൂലക ആറ്റങ്ങളാണ്, പക്ഷേ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ അത് തുല്യമാണ്. ഇനി ഐസോടോണുകൾ എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങൾ ഐസോടോണുകൾ എന്ന് പറയുന്നു. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമാണെങ്കിൽ അത്തരം ആറ്റങ്ങളെ നമ്മൾ ഐസോടോണുകൾ എന്ന് പറയുന്നു. ഇവിടെ നൈട്രജനും കാർബണും. നൈട്രജനിൽ ആറ്റോമിക നമ്പർ 7, മാസ് നമ്പർ 15. ഇവിടെ ആറ്റോമിക നമ്പർ 6, മാസ് നമ്പർ 14. ഇതിലൊന്നും സിമിലാരിറ്റി കാണാനില്ല. പക്ഷേ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആദ്യത്തെ കേസിൽ 15 - 7, 8. ഇവിടെ 14 - 6, 8. കണ്ടോ, ന്യൂട്രോണിൻ്റെ എണ്ണം തുല്യമാണ്. ഇങ്ങനെ ന്യൂട്രോണിൻ്റെ എണ്ണം തുല്യമായ ആറ്റങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഐസോടോണുകൾ. ഐസോടോണുകൾ എന്ന് വിളിക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.